GST തട്ടിപ്പിൽ സംസ്ഥാന വ്യാപക പരിശോധന. കൊച്ചിയിൽ 41 റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയെന്ന പരിശോധനയിൽ കണ്ടെത്തൽ. സംസ്ഥാന വ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ ഹണി ഡ്യൂക്സ് എന്ന പേരിലാണ് പരിശോധന. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, GST തട്ടിപ്പ് വളരെ വ്യാപകമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബില്ലിംഗിൽ അടക്കം ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കൊച്ചിയിൽ 41 റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി പറഞ്ഞതുപോലെ തന്നെ ബില്ലിങ്ങിലെല്ലാം തന്നെ വലിയ തട്ടിപ്പാണ്, GST തട്ടിപ്പാണ് വൻകിട സ്ഥാപനങ്ങൾ പലതും നടത്തുന്നത്. അതിൽ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം തന്നെ ഈ GST വെട്ടിപ്പിന്റെ ഭാഗമാകുന്നുവെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന വ്യാപകമായി തന്നെ GST വിഭാഗം പരിശോധനയ്ക്ക് ഇറങ്ങിയത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട പരിശോധനയിലാണ് 41 റെസ്റ്റോറന്റുകളിൽ, സംസ്ഥാന വ്യാപകമായി 41 റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി. കൊച്ചിയിൽ മാത്രം 9 ഇടങ്ങളിലാണ് ഈ പരിശോധന നടന്നത്. ഇതിൽ പലയിടത്തും വലിയ ക്രമക്കേട്, ബില്ലിങ്ങിലുള്ള വലിയ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് പിഴയടക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഹോട്ടൽ ഉടമകളോട് പിഴയടക്കാനുള്ള ഒരു നിർദ്ദേശം GST വിഭാഗം നൽകിയിട്ടുണ്ട്. പലരും ഇന്ന് രാവിലെ തന്നെ പിഴ അടച്ചിട്ടുണ്ട്. വലിയ തുകയാണ് ഓരോ ആളുകളും പിഴത്തുകയായി നൽകേണ്ടി വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം തന്നെ GST വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കൃത്യമായ കണക്കുകൾ കാണിക്കാതെ, വിൽപ്പന കണക്കുകൾ ഒന്നും തന്നെ കാണിക്കാതെയാണ് ബില്ലിങ്ങിൽ കൃത്രിമം കാണിച്ചാണ് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ഓരോ ഹോട്ടലുകളും ലക്ഷങ്ങൾ വരെ GST അടക്കേണ്ടതായിരുന്നു. എന്നാൽ അത് അടക്കാതെയുള്ള തട്ടിപ്പാണ് പ്രധാനമായും നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ ഒരു പരിശോധന ആരംഭിച്ചു. ഒരേ സമയം തന്നെയായിരുന്നു സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പരിശോധന. നിരവധി ഉദ്യോഗസ്ഥർ, വിവിധ GST വിങ്ങുകളിലെ നിരവധി ഉദ്യോഗസ്ഥർ ഈ പരിശോധനയുടെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, കണ്ടെത്തിയിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുമെന്നാണ് GST വിഭാഗം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.